ഹായ് ഓൾ, എന്റെ പേര് ഫേബ സെബാസ്റ്റ്യൻ. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായി സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. മെഡ്ലിൻ അക്കാദമിയിൽ ഞാൻ ജോയിൻ ചെയ്ത് ഒരു വർഷത്തോളമായി സാറിന്റെ അണ്ടറിൽ മെഡ്ലിൻ അക്കാദമിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 23-ാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് MLXRN എക്സാം എഴുതി. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന്. പിന്നെ സാറിന്റെയും ടീച്ചറിന്റെയും ക്ലാസ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഒരു എഫേർട്ട് എടുത്ത് അവർ പഠിപ്പിക്കുന്നത്, അതിന്റെ റിസൾട്ട് എന്നിലേക്ക് കാണുവാൻ ദൈവം സഹായിച്ചു. സാറും ടീച്ചറും പഠിപ്പിക്കുന്നത്, അവർ പഠിപ്പിച്ച അത്രയും കാര്യങ്ങളും എനിക്കത് നല്ല ഓർമ്മയിലുണ്ട്. ഒന്നാമത്തെ കാര്യം, കാരണം അതുപോലെയാണ് സാറ് പഠിപ്പിക്കുന്നത്. എത്ര വലിയ ടോപ്പിക് ആണെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാറും ടീച്ചറും അത് പഠിപ്പിച്ചു. പിന്നെ അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ സാറിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, അത് ഞാനൊരു 2 തവണയെങ്കിലും ഞാൻ ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ളായിട്ട് ചെയ്തു. പിന്നെ സാറിന്റെ ഗൈഡ് ലൈൻ പ്രകാരം സാർ എന്തൊക്കെ ഗൈഡ് ലൈൻസ്, സാർ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു അതെല്ലാം ഞാൻ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടി ചെയ്തു. ആർച്ചർ വ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തു, അതും പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ 23-ാം തീയതി എക്സാം എഴുതി പാസ്സാകാൻ സഹായിച്ചു. സാറിനും ടീച്ചർക്കും ഒരു വലിയ താങ്ക്സ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഏതെങ്കിലും നഴ്സസ് MLXRN പ്രിപ്പയർ ചെയ്യാനും MLXRN എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സാറിന്റെ മെഡ്ലിൻ അക്കാദമി ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും. നിങ്ങളെല്ലാവരും ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ പോയി പഠിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് വിജയം കിട്ടും. പിന്നെ ചെയ്യേണ്ട കാര്യം, അവർ പറയുന്നത് സാറും ടീച്ചറും പഠിപ്പിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധയോടെ ഇരിക്കുക. ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. സാറും ടീച്ചറും പഠിപ്പിക്കുന്നത് എന്താണോ അത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. സാറിന്റെ നോട്ട്സ് ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ്. അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനും അത് എക്സാമിന് എങ്ങനെ അത് അറ്റംപ്റ്റ് ചെയ്യാം എന്ന് സാറിന്റെ ടീച്ചറിന്റെ ക്ലാസ്സിൽ കൂടെ മനസ്സിലാവും. പിന്നെ ടീച്ചറിനോട് എനിക്ക് പറയാനുള്ളത്, ടീച്ചർ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ അത് ഭയങ്കര, ടീച്ചറുടെ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സാറിന്റെ മക്കള് കുഞ്ഞാറ്റയുടെയും കുക്കുവിന്റെയും മഞ്ഞയുടെയും ഒക്കെ കാര്യം പറഞ്ഞിങ്ങനെ സാറും ടീച്ചറും ഓരോ സ്റ്റേജസും ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ അത് ഞാൻ ഇന്നെന്ന പോലെ അത് ഓർക്കുന്നു, എന്റെ ഓർമ്മയിലുണ്ട്. അതൊക്കെ വെച്ച് എനിക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് അത് വെച്ചൊക്കെ ആൻസർ ചെയ്യാൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ടീച്ചർക്കും ഒത്തിരി താങ്ക് യു. രണ്ടുപേരുടെയും ടീച്ചിങ് 2 തരമാണ്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ടീച്ചറുടെ ടീച്ചിങ് സ്റ്റൈൽ ഇസ് ഡിഫറെന്റ്, സാറിന്റെ ടീച്ചിങ് സ്റ്റൈൽ ഇസ് ഡിഫറെന്റ്. അത് രണ്ടും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പാസ്സാകാൻ ദൈവം സഹായിച്ചു. വീണ്ടും ഞാൻ പറയുന്നു, ഏതെങ്കിലും നേഴ്സസ് എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡ്ലിൻ അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ വിശ്വാസം അർപ്പിക്കുക. തീർച്ചയായും വിജയം കിട്ടും. സാറും ടീച്ചറും പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പിന്നെ സാർ എപ്പോഴും പറയുന്ന പോലെ സാറിന്റെ ഈ മെഡ്ലിൻ അക്കാദമി ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറട്ടെ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സാർക്കും ടീച്ചർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ പൊതുവായിട്ട് പറഞ്ഞ ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. സാറ് ടീച്ചറിനെയും അപ്രീഷിയേറ്റ് ചെയ്യും, ടീച്ചർ സാറിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ പല ക്ലാസ്സുകളിൽ അവരുടെ സംസാരത്തിൽ നമ്മളെ ഇന്ററാക്ഷൻ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു ഫാമിലി ബോണ്ടിങ് ഉള്ള കപ്പിൾസ് ആണ്. അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര ഒരു പ്രചോദനമായ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ സാറിന്റെ ഈ മെഡ്ലിൻ അക്കാദമി വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.